നമസ്കാരം. DQവിൻ്റെ ഏറ്റവും പുതിയ തെലുങ്കു ചിത്രമായ ലക്കി ഭാസ്കറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ലക്കി ഭാസ്കർ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് 111 കോടി രൂപയാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വെങ്കി ആഡ്ലൂരി സംവിധാനം ചെയ്ത DQവിൻ്റെ ലക്കി ഭാസ്കർ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി ക്ലബിൽ ഇടം നേടിയത് 14 ദിവസങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴിതാ 19 ദിവസങ്ങൾ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. 18 ദിവസങ്ങൾ കൊണ്ട് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 111 കോടി നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 18 ദിവസങ്ങൾ കൊണ്ട് 20.5 കോടി രൂപയോളമാണ് നേടിയിരിക്കുന്നത്. ഇന്ന് തിയേറ്ററുകളിൽ 19 ദിവസം പിന്നിടുന്ന ലക്കി ഭാസ്കർ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 1500 പരം ടിക്കറ്റുകളാണ്. ഒന്നോർക്കുക, ഇന്ന് 19ാം ദിവസമാണ് ചിത്രത്തിൻ്റെത്. തമിഴ്നാട് ബോക്സ് ഓഫീസിലും ഇന്നും മികച്ച ബുക്കിംഗ് ആണ് ലക്കി ഭാസ്കറിന് കാണാൻ സാധിക്കുന്നത്. 18 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 14 കോടി രൂപയോളമാണ് ചിത്രം അവിടെ നിന്ന് നേടിയിരിക്കുന്നത്. 30 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയ ഈ ഒരു ചിത്രം വൻപൻ വിജയമാണ് ചിത്രം തിയേറ്ററുകളിൽ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT ഡീല് വൻപൻ ഓഫറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്ക് നാട്ടിലും തമിഴ്നാട്ടിലുമൊക്കെ DQവിന്റെ ഡിമാൻഡ് വേറെ ലെവലായി തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് വലിയ വിജയമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കോട്ടയ്ക്ക് പുറത്ത് നേടിയിരിക്കുന്നത്. അപ്പോൾ 18 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 111 കോടി രൂപയോളം നേടിയ ലക്കി ഭാസ്കർ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ ഏത് തരത്തിൽ പോകുമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.